അസ്സലാമലൈക്കും. വലൈക്കും സലാം. കുറച്ചധികം ചുറ്റിയില്ലേ? എന്തുണ്ട് സുഖം. ലച്ചോ, ഇതാണ് എന്റെ ബീവി സൈറ. നമസ്കാരം. ഹായ് ലച്ചു. ലച്ചു നമ്മുടെ സിദ്ധുവിന്റെ ഭാര്യ. പിന്നെ അറിയാൻ ലച്ചുവിനെ. ദുബായി പോയപ്പോ സിദ്ധു ഒരുപാട് ലച്ചുവിനെ പറ്റി പറഞ്ഞിരുന്നുണ്ട്. സാറ് ദുബായ് പോയിരുന്നോ? ആ പോയിരുന്നു. ഇക്ക ഒരു മാസം ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നല്ലേ. ഒരു മാസം ഉണ്ടായിരുന്നു. അല്ല, അപ്പൊ എങ്ങനെ പോയി? നടന്നിട്ട്. ദുബായിക്ക് എങ്ങനെയാ പോവാൻ അറിയൂല ലച്ചോ? ഫ്ലൈറ്റില്. അല്ലേക്ക അതെനിക്ക് മനസ്സിലായി, ഫ്ലൈറ്റിലാ പോയത്. പക്ഷെ എന്ത് വിസയിലാണ് പോയതല്ല? സ്പൗസസ് വിസ അങ്ങനെ സ്പൗസ് വിസ. അതായത് ഞാൻ ഒരു ദിവസം അർബാബിന്റെ കൂടെ ചായ കുടിക്കാൻ പോയതാ. പെട്ടെന്ന് അർബാബിന് എന്നോട് ഭയങ്കര സ്നേഹം. എന്നോട് പറഞ്ഞ എന്റെ ബീബീനെ അങ്ങ് കൊണ്ടുപോരീന്ന്. അങ്ങനെ ഞാൻ ഇവിടെ നമ്മുടെ സിദ്ധുവിന്റെ അളിയൻ സിദ്ധുവിന്റെ അമ്മായി, സിദ്ധുവിന്റെ അമ്മമ്മ, അത് ഞങ്ങൾ എല്ലാരെയും കനകം. അറബാബു എന്റെ അളിയന്റെ അടുത്ത് ഇങ്ങനെ ബീവി ഒന്നും കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? നിന്റെ അളിയൻ അതിന് ബീവി ഉണ്ടോ? അപ്പൊ പിന്നെ ഞാനാ? നീ ഓന്റെ ബീവിയാ? പിന്നല്ലാണ്ട് നീ ഭാര്യയല്ലേ? ശിഹാബിക്ക ഭയങ്കര കോമഡിയാണല്ലേ. അതല്ലേ ഞാൻ ഇക്കയെ തന്നെ കെട്ടിയേ. അയ്യോ, ഇതെവിടെ നിന്നും പോയി. അമ്മ എന്തെങ്കിലും മിഴിച്ചു നിൽക്കുന്നേ? അന്നത്തെ പഴംപൊരൊക്കെ ഇരിപ്പില്ലേ? അന്നത്തെ പഴംപൊരി ഇരിപ്പില്ല, ഇന്നത്തെ പഴംപൊരി ഇരിപ്പുണ്ട്. അമ്മായി ഇവിടെ കോമഡി ആട്ടോ. കൊള്ള അളിയാ, എന്നെ ഒന്ന് നോക്കിക്കേ, എന്തെങ്കിലും മാറ്റണ്ടോ? പുതിയ ബെൽറ്റ് എല്ലാം മേടിച്ച? ബെൽറ്റ് അല്ല, എന്റെ ശരീരം നോക്ക്. ഇവിടെ 4 കിലോ കുറച്ചു. വെയിറ്റേ 4 കിലോ കുറച്ചു. 4 കിലോ? ശിഹാബിക്ക 4 കിലോ കുറയ്ക്കണതും ഈ സുഖിയനകത്തുനിന്നേ 2 പയറുമണി പോണെന്ന് വരെ പോലെയാണ്. കൊറേ സാധനം കൊണ്ടുപോയിട്ടുണ്ട് തമാശക്കാരൻ. നമുക്ക് അകത്തിരിക്കാം. എന്തെല്ലാം വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അവരവിടെ ഇരിപ്പുണ്ട്. നീ നൈസായിട്ട് ഇത്തെടുത്ത് പറ. എന്ത് പറയാൻ? എന്ത് പറയാനെന്നാ? എടേ, ഇക്ക അങ്ങോട്ട് വിട്ടിട്ട് സിദ്ധുവിനോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യം അല്ല. പക്ഷെ അത് ഒരാളുടെ മുഖത്ത് നോക്കി ഡയറക്റ്റ് അങ്ങനെ പറയും. നീ ഡയറക്റ്റ് ആയിട്ട് പറയണ്ട, ഇൻഡയറക്റ്റ് ആയിട്ട് പറ. എടാ, നിനക്ക് സിദ്ധുവിനെ കാണണോ? പിന്നെ കാണണ്ടേ? എത്ര നാളെ അവനെ കണ്ടിട്ട്? കൊറേ കൊല്ലായി. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇത്തെടുത്ത് നൈസിന് ചെന്ന് പറ. പറയണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എങ്ങനെ പറയും? എന്റെ പൊന്നു ലച്ചു, ഇതാണ് പറ്റിയ അവസരം. 3 മാസമായില്ല അയാൾ ഇങ്ങോട്ട് വന്നിട്ട്. ഇയാൾ പോയാലല്ലേ സിദ്ധുവിന് ഇങ്ങോട്ട് വരാൻ പറ്റൂ. ആ ബോധം ഉണ്ടോ നിനക്ക്? കണ്ടെങ്കിൽ ഇങ്ങനെ നിന്നോ. അല്ല, എന്നൊന്ന് സഹായിക്കേ. എനിക്ക് ഞാൻ എങ്ങനെ തുടങ്ങും? അത് നൈസായിട്ട് അങ്ങ് തുടങ്ങിയാ മതി. നിനക്കിത് ഇത്ര വലിയ പാടൊന്നും അല്ലല്ലോ. ഇനിയിപ്പൊ ഇക്ക പോവത്തില്ലേ? പോയില്ലേ? പോയില്ലെങ്കിൽ ലച്ചു, സിദ്ധു ഇങ്ങോട്ട് പറഞ്ഞ കാര്യത്തെ പറ്റി നീ ആലോചിക്കേ വേണ്ട. അല്ല, നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണോ? പിന്നെ നമുക്ക് നോമ്പ് തുറക്കണ്ടേ, അപ്പൊ അതിന്റെ കുറച്ച് ഇതായിട്ട്. അല്ല, ഞാൻ സഹായിക്കണോ? വേണ്ട വേണ്ട, ഞങ്ങൾ ചെയ്തോളാം. എന്തെങ്കിലും നോക്കണേ. ലച്ചുനെ കാണാൻ നല്ല മൊഞ്ചുണ്ടല്ലോ. അപ്പൊ എന്നെ കാണാനോ? അല്ല, ഇങ്ങളെ കാണാനും നല്ല മൊഞ്ച. ആക്കിയതാ. അല്ല, എന്താ? ഇല്ല, ഇത്തനെ കാണാനും നല്ല മൊഞ്ചുണ്ടെന്ന് പറയുമായിരുന്നു. ഇക്ക എപ്പോഴും പറയാം എന്നെ കാണാൻ നല്ല മൊഞ്ചാന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്ത എപ്പോഴാ ദുബായ് പോയെ? ഒരു 6 മാസമായി ദുബായി പോയിട്ട്. അല്ല, ഞാൻ ഓർത്ത് ലച്ചു ഉണ്ടാവുന്ന. ഞാൻ വരാൻ വേണ്ടി ഇരുന്നതാ. പക്ഷെ ആ സമയത്ത് മോൾക്ക് നല്ല പനിയൊക്കെ കൂടിയിട്ടേ നമുക്ക് യാത്രയൊക്കെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാ വരാഞ്ഞ്. ഓ, ആണല്ലേ. ഷിഹാബക്കയോട് ഞാൻ പറഞ്ഞേ. എന്തു പറഞ്ഞു? അല്ല, എന്നെ ദുബായ് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ട്രെയിന് തല വെക്കുമെന്ന്. അല്ല, അപ്പം ദുബായിൽ ശരിക്കും കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ട്രെയിനിന്റെ അടി തല വെക്കുമായിരുന്നാ? ഇല്ല, അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ആൾക്കൊരു 10 പൈസ കുറവാ. അത് ഞങ്ങൾക്ക് മനസ്സിലാവണുണ്ട്. അല്ല ഇത്ത പറഞ്ഞ എല്ലാ ഇക്ക കേക്കൂ? ആ, കേക്കുമല്ലോ. എന്ത് പറഞ്ഞാലും കേക്കൂ? ആ, എന്ത് പറഞ്ഞാലും കേക്കും. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ.
ഇത്ത ഇക്കയോട് പറയാണ് നാളെ തന്നെ തിരിച്ച് ഗൾഫിലോട്ട് പോവാൻ. അത് ഇക്ക കേൾക്കൂ? ആ ഇന്ന് പോണോന്ന് പറഞ്ഞാ ഇക്ക പോവും. ശരിക്കും ആ പറ്റിയ അവസരമാണ്. ചോദിക്കും. അല്ലേ ഇത്താ, ലച്ചുന് കൊറേ നാളായിട്ട് ഭയങ്കര സങ്കടം സിദ്ധുവിനെ കാണാൻ പറ്റാത്തോണ്ട്. അല്ലേ ലച്ചു? അല്ല അതെന്താ സിദ്ധു ദുബായിക്ക് കൊണ്ടുപോഞ്ഞ? എന്ത് ലച്ചു കൊണ്ടുപോഞ്ഞ? അറിയാൻ പാടില്ല. അറിയാൻ പാടില്ല. അല്ല എന്തിനാ ലച്ചു കരയുന്നേ? സിദ്ധുവിനെ കാണാൻ പറ്റണല്ലോ, അതിന്റെ സങ്കടമാണ് ലച്ചുന്. ലച്ചു കരാതെ ലച്ചു. അല്ല അത് ഓന്റെ കാര്യം ആലോചിക്കുമ്പോഴേ ഇടയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. പിന്നെ ഇക്ക തിരിച്ചു പോയാലല്ലേ സിദ്ധുവിന് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അതെ. അല്ല അപ്പൊ ഇനി ഇക്ക പോയാലേ സിദ്ധു വരുള്ളോ? ആ അങ്ങനെയാണ് ഇക്ക ഞങ്ങളോട് പറഞ്ഞത്. അല്ല അവർ എന്നോട് പറഞ്ഞില്ലല്ലോ.